ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി നോക്കാം. നിങ്ങളുടെ കോളേജ് പ്രവേശനം പറയുന്നത് 19, 20, 21, 23 തീയതികളിലാണ്. യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം, ഗവൺമെൻറ് വിമൻസ് കോളേജ് വഴുതക്കാട്, ഈ കോളേജുകളിൽ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഡേറ്റിൽ ഒരു ചെറിയ മാറ്റം പറയുന്നുണ്ട്. ഇപ്പം 20-ാം തീയതിയാണ് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് പറയുന്നതെങ്കിൽ അത് 19-ാം തീയതിക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ 21-ാം തീയതി ഡേറ്റ് പറയുന്നവർക്ക് 23-ാം തീയതിക്കും കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി ഫീ നിർബന്ധമായും അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഏത് പേയ്മെൻറ്റ് മെത്തേഡാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീ അടച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിലാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടിയിരിക്കുന്നത്, എത്രാമത്തെ ഓപ്ഷനാണ്, കാറ്റഗറി, നിങ്ങളുടെ അഡ്മിഷൻ ഡേറ്റ്, ഓക്കെ, ഏത് ഡേറ്റിലാണ് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലോട്ട്മെൻറ്റ് മെമ്മോയിലാണ് വരുന്നത്. പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ തന്നെ കോളേജിൽ ഹാജരാകേണ്ടതാണ്. ഏതെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ തീയതിയിൽ കോളേജിൽ ഹാജരാകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കോളേജിലെ പ്രിൻസിപ്പളിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ആ ഒരു വിവരം നിങ്ങൾ അറിയിക്കണം. പിന്നെ പറയുന്നത് ടെമ്പററി അഡ്മിഷൻ്റെ കാര്യമാണ്. ഒന്നാം അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ പറഞ്ഞ പോലെ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാം. ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക. ആ യൂണിവേഴ്സിറ്റി ഫീ അടച്ച റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് എടുക്കണം. അതുപോലെ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലുമായിട്ട് വേണം നിങ്ങൾ കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ. നിങ്ങളിപ്പോൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ട്യൂഷൻ ഫീസ് നിങ്ങളിപ്പോൾ നിലവിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനലും പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിൻ്റെ ഫീ റെസിപ്റ്റും നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. TC ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കൊണ്ടുപോകണം. പിന്നെ നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരായ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഹാജരായി അഡ്മിഷൻ ഫീസ് അടച്ച് രസീത്, ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ കോളേജിൽ സമർപ്പിച്ച് സ്ഥിര അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സർവകലാശാല അഡ്മിഷൻ ഫീസ് അടയ്ക്കാത്തവരുടെയും ഫീസ് അടച്ച ശേഷം കോളേജിൽ ഹാജരായി പെർമനൻ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാത്ത അപേക്ഷകരുടെയും അലോട്ട്മെൻറ്റ് റദ്ദാകുന്നതും അവരെ തുടർന്ന് വരുന്ന രണ്ടാം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതുമല്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർ അവർക്ക് ലഭിച്ച സീറ്റിൽ തൃപ്തരല്ലെങ്കിൽ പോലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതിലേക്കായി കോളേജിൽ ഹാജരായി പെർമനൻ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് കിട്ടാത്ത കുട്ടികൾ ഡിജി ലോക്കറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റോ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റോ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതി. പിന്നെ പറയുന്ന വിദ്യാർത്ഥികൾ ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണം. നമ്മളത് നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് നിർബന്ധമായും ഡിലീറ്റ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ രണ്ടാം അലോട്ട്മെൻറ്റിൽ ഈ ഒരു ഹയർ ഓപ്ഷൻ കൺസിഡർ ചെയ്യും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും കോളേജ് കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് മാറേണ്ടി വരും നിർബന്ധമായും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പിന്നെ നിങ്ങൾക്ക് തുടരാൻ സാധിക്കില്ല. ആ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ നഷ്ടമാകും. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത്. ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അതത് കോളേജിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഓരോ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്